ഹായ്, ഞാൻ MS ഗോവിന്ദ് കൃഷ്ണ. നീറ്റ് 2024 റിപ്പീറ്റേഴ്സായി R3 ബാച്ചിൽ ഞാൻ പഠിച്ചതായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ റോസ്മി സിബി. ഇവിടെ നടക്കൽ ഹോസ്റ്റലിലാണ് ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെ നിന്നിരുന്നത്. ഇപ്പോൾ എനിക്ക് മദ്രാസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാൻ സാധിച്ചു. ഒരു കൊല്ലത്തെ ഈ ഒരു ബ്രില്യൻ്റിലുള്ള ജേണി നിങ്ങൾക്ക് എത്രത്തോളം ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓണം മോഡലൊക്കെ കഴിഞ്ഞ സമയമാണ്. സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഒപ്പം ഉള്ള കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി നിൽക്കുന്ന ഒരു സമയമാണ്. സോ ഞാനിവിടെ തുടങ്ങിയ കാലം തൊട്ടേ പഠിക്കുന്ന സമയം മാക്സിമമായിട്ട് കോൺസ്റ്റൻ്റായിട്ട് വെച്ചായിരുന്നു. എന്നോട് പഠിച്ച സീനിയേഴ്സും സാറുമാരും എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. സോ ലൈക്ക് നിങ്ങൾ നൈറ്റ് പേഴ്സൺ ആണെങ്കിലും മോർണിംഗ് പേഴ്സൺ ആണെങ്കിലും ആ ഒരു ടൈം പീരീഡ് ഒരിക്കലും അവസാനം വരയ്ക്ക് മാറ്റാതിരിക്കുക. ലൈക്ക് മോഡൽ എക്സാം വന്നു എന്ന് വെച്ചിട്ട് രാത്രി ഫുൾ എടുത്ത് പഠിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നേരത്തെ നീക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ആവാതെ പ്രോബ്ലി സെയിം ടൈം ടേബിൾ ഒരേപോലെ വെക്കണ്ട. എന്ന് വെച്ചാൽ ഫുൾ ഇയർ നിങ്ങൾ ഒരേ ടൈം ടേബിൾ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഒരു 2 to 3 months വരുമ്പോൾ ഞാനൊക്കെ മാസത്തിന് ടൈം ടേബിൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടൈമിംഗ് സെയിം ആയിട്ട് വെച്ചിട്ട് ടൈം ടേബിളിന് ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ എങ്ങനെ അലോട്ട് ചെയ്യണോ, നിങ്ങൾ എവിടെ വീക്കാണ്, ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് ഒരു 2 to 3 months കൂടുമ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ എഡിറ്റ് ചെയ്ത് പഠിക്കൽ വളരെ നന്നായിരിക്കും. അതേപോലെ റെഫറൻസ് ഒക്കെ റൂംമേറ്റ്സ് ആയിട്ട് നല്ലൊരു അഗ്രിമെൻറ്റ് വന്നിട്ട് റൂമാണെങ്കിലും സ്റ്റഡി ഹാൾ ആണെങ്കിലും റെഫറൻസ് ആണെങ്കിലും മാക്സിമം നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടൊരു സ്പേസ് തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ഞാനൊക്കെ റൂമിൻ്റെ പുറത്തിരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കൂടുതൽ സമയവും. സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഈ മോഡലിൽ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതും പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ NCERTൻ്റെ ഏറ്റവും പുതിയ വേർഷൻ, അതും ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് പഴയ വേർഷൻ ആണെങ്കിൽ ഇ ലേണിംഗ് ആപ്പ് എന്നൊക്കെ ഉള്ള 2025 NCERT ബുക്ക് തന്നെ നല്ലോണം റെഫർ ചെയ്യാൻ നോക്കുക. കാരണം സ്റ്റേറ്റ്മെൻറ്റ്സും പല ഫാക്ട്സും വ്യത്യാസം ഉണ്ടാവാം പ്രിൻറ്റിംഗ് ഒക്കെ ഓരോ കൊല്ലം റിവൈസ് ചെയ്യുമ്പോൾ. സോ ഏറ്റവും ന്യൂവസ്റ്റ് എഡിഷൻ NCERT ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3 നല്ലോണം വായിക്കുക. ബയോളജിയൊക്കെ മാക്സിമം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്യാൻ കഴിയാവുന്നോളം ലൈക്ക് സ്കെച്ച് പെന്നുകൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടിച്ചോ ആയിട്ടും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാക്സിമം പഠിക്കാൻ നോക്കൂ. ബയോളജിയൊക്കെ ഫിസിക്സ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. അതൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് നല്ല ഗൈഡൻസ് ആയിരിക്കും. മോഡൽ എക്സാമിന് മാർക്കൊക്കെ നല്ലോണം വേരി ആവും. ഇപ്പോൾ എനിക്ക് നീറ്റിൽ സ്കോർ ചെയ്യാൻ പറ്റിയ സ്കോർ 700 ആണ്. പക്ഷേ എനിക്ക് മോഡൽ എക്സാമിൽ 600, 612, 650 ആ റേഞ്ചിലൊക്കെ നല്ലപോലെ ഇഷ്ടം പോലെ അങ്ങനത്തെ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അവസാനം ആകുമ്പോഴേക്കും ഈ ഒരു 700 to 720 റേഞ്ചിലേക്ക് മാർക്കൊന്ന് ഫിക്സ് ആയി വന്നിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ എത്താൻ പറ്റും. മോട്ടിവേറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. ഓവർ സ്ട്രെസ് എടുക്കണ്ട. ഹോസ്റ്റലിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വേണ്ട പോലെ ടൈം പ്ലാൻ ചെയ്ത് സ്പെൻഡ് ചെയ്ത് നല്ലപോലെ വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.